നമസ്കാരം. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. 3 ദിവസം മുമ്പിട്ട വീഡിയോ. അതായത് അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഷാജസ് കറിയ എനിക്ക് പണി തന്നു, ചാനൽ പൂട്ടും, കൂടെ നിന്നവർക്ക് നന്ദി. അതായത് ഷാജസ് കറിയ ആരുടെയോ ആ യൂട്യൂബ് ചാനലിന്റെ ആളെ എനിക്കറിയില്ല, അതിന്റെ മുതലാളി, അതിന്റെ അവതാരകരെ എനിക്കറിയാം, യൂട്യൂബർ എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ചാനൽ പൂട്ടാൻ വേണ്ടി ഷാജസ് കറിയ പണിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, കുറെ കാലം മുമ്പ് ഷാജസ് കറിയുടെ ചാനൽ, മറുനാടൻ മലയാളി എന്ന ചാനൽ 1 മാസം സ്ട്രക്കായി നിന്നു. അതെനിക്കറിയാം. 1 മാസം അതിൽ വീഡിയോകളൊന്നും ഇടാൻ കഴിഞ്ഞിരുന്നില്ല. 1 മാസത്തിന് ശേഷമാണ് പിന്നീട് അതിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത്. എന്തോ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായി. അത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ഷാജസ് കറിയ മറ്റൊരാളുടെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങും. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നി. ഞാൻ ഷാജസ് കറിയയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു, ഈ വീഡിയോയുടെ ലിങ്ക് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഒരു അഭിപ്രായം അവിടെ പറയുന്നുണ്ട്, എന്താണ് അതിന്റെ വസ്തുത എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, മറുപടി തരണം. ഇത്രയും മാത്രമേ എഴുതിയുള്ളൂ. ഈ ഷാജസ് കറിയയ്ക്ക് വോയിസ് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരു 15 സെക്കൻഡ് കുറയാൻ ശ്രദ്ധിക്കണം, എങ്കിലേ മൂപ്പര് കാണുള്ളൂ. 1 മിനിറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 15 സെക്കൻഡ് കേൾക്കും. നമുക്ക് പറയാനുള്ളത് 15 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും, അത് മൂപ്പര് കേൾക്കില്ല. അത് മൂപ്പര് ശീലമാണ്. നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ആയിട്ട് വെച്ചോളി. അപ്പൊ ഏതായാലും ഞാൻ ഈ വിധത്തിൽ അദ്ദേഹത്തിന് ഒരു വോയിസ് അയച്ചു. അദ്ദേഹം വളരെ വ്യക്തമായി എനിക്ക് മറുപടി തന്നു. പക്ഷെ അതിനു മുമ്പ് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഒരു ചാനൽ പൂട്ടണമെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് കൊടുത്താണ്, 3 സ്ട്രൈക്ക് കിട്ടിയാലാണ് ചാനൽ പൂട്ടുക. അപ്പോൾ 3 സ്ട്രൈക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ മറുനാടൻ മലയാളിയുടെ കണ്ടന്റ് ഇവരെടുത്തോണ്ട് പോയിട്ടുണ്ടാവും. അല്ലാതെ ഒരു സ്ട്രൈക്ക് കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. മിക്ക വീഡിയോകളിലും ഞാൻ തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ് എന്തെങ്കിലും ഫോട്ടോസ് ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വീഡിയോസ് ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നത്. അത് വളരെ അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ ഒരു നിലയ്ക്കും കോപ്പറേറ്റ് ഉണ്ടാകാത്ത വിധത്തിൽ ആണ് ഞാനിത് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നാലും അത് വളരെ അപൂർവമായിട്ട്, മിക്കവാറും ഞാനിത് സംസാരിക്കുകയുള്ളൂ. ഇന്ന ചാനലിൽ ഇന്നൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു എന്ന് ഞാൻ പറയാറുള്ളൂ. കാരണം അവർ ആ കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കണ്ടന്റ് എടുത്ത് ഇവിടെ കൊണ്ടിട്ടിട്ട് അലക്കാനുള്ളതല്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് റേഡിയോ പോലെ സംസാരിക്കുന്നത് ഒരു സുഖമില്ല, ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് പറയുമ്പോൾ എനിക്കിതിന് പറ്റാത്തത് അതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ആരൻ്റെ മുതൽ കട്ടെടുത്തുകൊണ്ട് വരണം. അത് എനിക്ക് പറ്റില്ല. മിക്കവാറും എന്തെങ്കിലും വിമർശനത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഷാജസ് കറിയയുടെ വീഡിയോ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഷാജസ് കറിയ പോലുള്ള മറുനാടൻ മലയാളി പോലുള്ള ചാനലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് കേവലം ഒരാളിരുന്ന് ചെയ്യുന്ന ഒരു പണിയല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരുന്ന് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. എൻ്റെ മൊബൈലിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. അത് ഞാൻ തന്നെ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നു. അതിൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ വരുള്ളൂ, ചിലപ്പോൾ ഒരു ദിവസം പല വീഡിയോകൾ വന്നു എന്ന് വരും, പല വിഷയങ്ങൾ വന്നു എന്ന് പറയും. അത് എൻ്റെ സന്ദർഭം അനുസരിച്ച് ഞാൻ ചെയ്യുന്നു. പക്ഷേ മറുനാടൻ മലയാളി പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ചാനലുകൾ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മറുനാടൻ മലയാളി, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നത്, ആദ്യം ഷാജസ് കറിയ വാർത്ത വായിക്കുന്നുണ്ടെങ്കിൽ ഷാജസ് കറിയയ്ക്ക് അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വേറെ ടീമാണ്, അവിടുത്തെ മറ്റ് ഡ്യൂട്ടിയുള്ളവരാണ്. ഷാജസ് കറിയ വായിക്കുന്ന ഓരോ വാർത്തയ്ക്കും അതിന് കൂലി കണക്കാക്കിയിട്ട് അദ്ദേഹത്തിന് കൂലിയാണ് കൊടുക്കുന്നത്. അതുപോലെ അവിടെയുള്ള ആ വാർത്ത റിപ്പോർട്ട് തയ്യാറാക്കുന്നവർ, ആ വാർത്ത കൊണ്ടുവരുന്നവർ, അവർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് ശമ്പളം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ബാക്കിയുള്ള വർക്ക്, പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുന്നതിന് കാശ് കൊടുക്കുന്നുണ്ട്. ആ റൂമിന് വാടക കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ചെലവാണ്. അതായത് ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം പണം ചെലവഴിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാവും. അത് ആർക്കും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. എനിക്കത് പ്രശ്നമില്ലാത്തത്, ഇപ്പോൾ ക്രൈം നന്ദകുമാർ, ക്രൈം ഓൺലൈനിൽ മിക്കവാറും എൻ്റെ ശബ്ദവും എൻ്റെ വീഡിയോസും അതിനകത്ത് വരാറുണ്ട്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കത് പ്രശ്നമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അതിൽ വലിയ എഫേർട്ട് ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഫോൺ വിളിച്ച് എടുക്കുന്നതാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ അവർ ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാനും ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസ് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് അവർക്ക് ദോഷമല്ലാത്ത വിധത്തിൽ വേണം ഉപയോഗിക്കാൻ. ഇവിടെ ഷാജസ് കറിയ എനിക്ക് തന്ന മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിച്ചത് ശരിയാണ്. അതായത് ഞാനല്ല അത് റിപ്പോർട്ട് ചെയ്തത്, എൻ്റെ കമ്പനിയാണ്. അത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു മുതല്, ആ മുതല് കട്ടെടുത്തോണ്ട് പോയി അത് എന്നെ തെറി വിളിക്കാൻ ഉപയോഗിക്കാം, എന്നെ വിമർശിക്കാൻ ഉപയോഗിക്കാം. ഇതിൽ തെറി വിളിയും വിമർശനവും ഞാനങ്ങ് സഹിക്കും. കാരണം എന്നെ തെറി വിളിക്കുന്നതിന് ഞാൻ എതിരല്ല.
എന്നെ വിമർശിക്കുന്നതിനും ഞാനെതിരല്ല. അത് ഷാജസ്കറിയെ പറഞ്ഞത് 100% ശരിയാണ്. ഞാൻ അതിനെ അനുകൂലിക്കുന്നു. ഷാജസ്കറിയെ സത്യസന്ധമായ അഭിപ്രായമാണ് പറയുന്നത്. അദ്ദേഹത്തിന് വിമർശിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു വിരോധമുള്ള ആളല്ല. അത് ഞാനും അതെ. എന്നെ വിമർശിക്കുന്നതിന് എനിക്കും യാതൊരു വിരോധമില്ല. ഇന്നതാണ് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളും. ഷാജസ്കറിയെ നന്നായി വിമർശിച്ചിട്ടുള്ള ആളാണ്. സമയം കിട്ടുമ്പോഴൊക്കെ അവസരം വരുമ്പോഴൊക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. മറുനാടൻ മലയാളി എന്ന ആ ഒരു പ്രസ്ഥാനത്തിന് കോട്ടം ഉണ്ടായ സമയത്ത് അന്ന് ഏറ്റവും അധികം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ആൾക്കാരിൽ ഒരാളും ഞാൻ തന്നെയാണ്. അത്രത്തോളം രൂക്ഷമായ രീതിയിൽ ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് അപകടം വരാനുള്ള സാധ്യതകൾ ഞാൻ അറിഞ്ഞതൊക്കെ അതിന് ചില സോഴ്സുകൾ ഉണ്ടായിരുന്നു, ചില കാര്യങ്ങളൊക്കെ വരാനുണ്ട് എന്നുള്ളത് അത് മുൻകൂട്ടി ഞാൻ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അവസാനം ഞാൻ പേടിച്ചിരുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യപ്പെട്ടു. അപ്പോഴും ഞാൻ കൂടെ നിന്നു. പക്ഷെ ആ സമയത്തും അദ്ദേഹം ചെയ്തിരുന്ന എനിക്ക് എതിർപ്പുള്ള പല കാര്യങ്ങളും വിമർശിക്കാൻ എനിക്ക് മടിയുണ്ടായിരുന്നില്ല. അതാണ് വീഡിയോ ചെയ്യുന്ന ഒരാളുടെ എന്ന് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടാകാം, പക്ഷെ ആ വിയോജിപ്പ് അദ്ദേഹത്തിന് പറ്റുന്ന ഒരു ആപത്തിൽ ഒരു വിഷയമാകാറില്ല. ആ രീതിയിലാണ് എൻ്റെ നിലപാട്. അതുപോലെ അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യത്തിന് അത് മറുപടി തരില്ല. ഇതിനു മുമ്പ് പല കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ റിപ്ലൈ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ മറുപടി വെച്ചത്. എന്നോട് പറഞ്ഞതാണ്, വീഡിയോ എടുത്തുകൊണ്ട് പോയതാണ് ഞങ്ങളുടെ പ്രശ്നം. അത് വളരെ എഫേർട്ട് എടുത്താണ് ഞങ്ങൾ ആ വീഡിയോ എടുത്തിട്ടുള്ളത്. ആ ഓരോ കണ്ടന്റും നമ്മുടെ കമ്പനിയുടെ അസറ്റാണ്. ആ അസറ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും. സ്വാഭാവികമാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു മുതൽ, ആ മുതല് അയലോക്കത്തെ ഒരുത്തൻ കട്ടെടുത്തോണ്ട് പോയിട്ട് അവിടെ നിന്നുകൊണ്ട് ആ കട്ടെടുത്ത മുതലും അവിടെ വെച്ചുകൊണ്ട് നമ്മളെ വിമർശിക്കുകയാണ്. ആ കട്ടെടുത്ത മുതലിനെ കുറിച്ച് നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ ആർക്കായാലും ദേഷ്യം ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതായത് വിമർശിച്ചതിനോ അതല്ലെങ്കിൽ ചീത്ത വിളിച്ചതിനോ അല്ല, ഈ മുതൽ കട്ടെടുത്തത് കളവാണ്, അത് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൊടുക്കാത്തത്. അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് ഒരു വിഷമാവും. അപ്പോൾ അവരുടെ ആ ദൃശ്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ വാർത്തയ്ക്ക് ചിലപ്പോൾ ഒരു പൊലിമ ഉണ്ടാകുമായിരിക്കും. ആ പൊലിമ കുറച്ച് മതി. നമ്മുടെ കണ്ടന്റ് ആയിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ തുടങ്ങിയത്. അതുകൊണ്ടാണ് മറുനാടൻ ഷാജസ്കറിയ എനിക്ക് തന്ന മറുപടി ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. പക്ഷെ അതിന്റെ കണ്ടന്റ് ഇതാ. എന്നെ വിമർശിക്കുന്നതിനോ എന്നെ തെറി വിളിക്കുന്നതിനോ ഞാൻ എതിരല്ല. അത് വിളിച്ചോട്ടെ, അവരുടെ അഭിപ്രായം. പക്ഷേ മറുനാടൻ മലയാളിയുടെ കണ്ടന്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കമ്പനി ചോദിക്കും. കമ്പനി ചിലപ്പോൾ സ്ട്രൈക്ക് കൊടുക്കും. അത് ആർക്കായാലും കൊടുക്കും. അത് യൂട്യൂബ് അതിനാണ് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് കൃത്യമായി അത് പാലിക്കും. അപ്പോൾ ഇതൊരു സൂചന കൂടിയാണ്. കാരണം മറുനാടൻ മലയാളിയുടെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് ആ വീഡിയോ എടുത്തുകൊണ്ട് മറ്റുള്ളവർ അവരുടെ വീഡിയോ ചാനലിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അവർക്കും കിട്ടും. അത് ഷാജസ്കറിയെ തെറി വിളിക്കണമെന്നില്ല, ചീത്ത വിളിക്കണമെന്നില്ല, അതല്ലെന്നുണ്ടെങ്കിൽ വിമർശിക്കണമെന്നില്ല, അതൊന്നും ചെയ്യണമെന്നില്ല. ആരുടെ കണ്ടന്റും ആരും എടുത്തുകൊണ്ട് പോകണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തത് ഷാജസ്കറിയ എന്ന വ്യക്തിയെ നല്ല രീതിയിൽ ചീത്ത വിളിച്ചു, കട്ടത്തെറി നല്ല രീതിയിൽ തെറി വിളിച്ചു, വിമർശിച്ച് കാര്യങ്ങൾ മൂപ്പരെ നന്നായിട്ട് അങ്ങോട്ട് വിമർശിച്ചിട്ട് അലക്കി. അതിന് മറുനാടൻ മലയാളി ആ കമ്പനി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോകൾ തന്നെ എടുത്തുകൊണ്ട് പോയി. അതായത് ഷാജസ്കറിയെ തെറി വിളിക്കാൻ വേണ്ടി മറുനാടൻ മലയാളിയുടെ വീഡിയോകൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ മറുനാടൻ മലയാളിക്ക് സ്വാഭാവികമായിട്ടും കാലിപ്പിളകും. അത് സ്വാഭാവികമാണ്. അവർ സ്ട്രൈക്ക് കൊടുക്കും. അതാണ് അവിടെ ചെയ്തത്. അതായത് ഇവിടെ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെക്കുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് വിഷം വിലയ്ക്ക് വാങ്ങി കുടിക്കുകയാണ് ചെയ്തത്. വിമർശിക്കാമായിരുന്നു ഷാജസ്കറിയെ. ഇപ്പം ഞാനൊക്കെ വിമർശിച്ചതുപോലെ നല്ല രീതിയിൽ വിമർശിക്കാമായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവരുടെ കണ്ടന്റ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് യൂട്യൂബ് പറയും കോപ്പിറൈറ്റ് ആണ് കേട്ടോ എന്ന് പറയും. അവസാനം അവർ നേരെ റിമൂവ് ആയിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ സ്ട്രൈക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എനിക്ക് തന്നെ നേരത്തെ പറ്റിയത് എൻ്റെ ഒരു വീഡിയോ, ആ വീഡിയോ കമ്മ്യൂണിറ്റി വയലേഷൻ ഉള്ളതാണ് എന്ന് പറഞ്ഞ് യൂട്യൂബ് എനിക്ക് വാണിംഗ് തന്നു. സത്യത്തിൽ അതിൽ ഒരു വയലേഷനും ഇല്ലായിരുന്നു. അത് കേരളത്തിലെ ഒരു പ്രമുഖ വിഷയം. ആ വിഷയം വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് മറ്റൊരു ഉള്ളിൽ ഒരു കണ്ടന്റും ചേർക്കാതെ നിങ്ങളോട് സംസാരിച്ച ഒരു വിഷയമാണ്. ആ വിഷയം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിറ്റി വയലേഷൻ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു. ഞാൻ അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തപ്പോഴത് ശരിവെച്ചപ്പോൾ ഞാൻ പിന്നെ അത് വീണ്ടും അപ്പീലിന് പോയില്ല. അതങ്ങ് പോട്ടേന്ന് വെച്ചു. വിവരമില്ലാത്ത കുറേ ആൾക്കാർ ആ വീഡിയോ റിപ്പോർട്ട് ചെയ്തതാണ്. യൂട്യൂബ് അതെടുത്ത് കളഞ്ഞു. മലയാളമായതുകൊണ്ട് അവർക്ക് തിരിയില്ല. ഒരു പക്ഷേ ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലായേനെ, അവർക്ക് തിരിയാൻ വേണ്ടിയിട്ട്. ഏതായാലും അവർക്ക് തിരിഞ്ഞില്ല. ഞാൻ അതേ വീഡിയോ തന്നെ അല്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആക്കി ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ട്. റീച്ച് അത്ര ഇല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് കുറെ ആൾക്കാർ പണി തന്നതാണ്. അത്രയും ചിന്തിച്ചാൽ മതി. പക്ഷെ ഇത് ആ പണിയല്ല. ഇത് ആരാന്റെ മുതൽ എടുത്തുകൊണ്ട് പോയതാണ്. അങ്ങനെ എടുത്തുകൊണ്ട് പോയപ്പോൾ എനിക്ക് സിൽവർ ബട്ടൺ കിട്ടിയതാണ്. എനിക്ക് 1,80,000 സബ്സ്ക്രൈബ് ഉണ്ടാകുന്നതാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് 4-5 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വിമർശിക്കാം.
തെറി വിളിക്കുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. നല്ല രീതിയിൽ നമുക്ക് വിമർശിക്കാം. പക്ഷെ അങ്ങനെ വിമർശിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടാകരുത്. അതായത് ഷാജൻ സ്കറിയ ചെയ്ത വീഡിയോ, മറുനാടൻ മലയാളിയുടെ വീഡിയോ, ആ വീഡിയോ എടുത്തുകൊണ്ടിട്ടിട്ട് ഷാജൻ സ്കറിയ തെറി വിളിക്കുകയാണ്. അതിന് പിന്നെന്താ ചെയ്യേണ്ടത്?